വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും നമുക്ക് നല്ല ബൗൺസി ആൻഡ് ലോങ് ആയിട്ട് അതുമാത്രമല്ല വളരെ സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് DIY ആയിട്ടുള്ളൊരു ഷാമ്പു ആണ്. അപ്പോൾ ഡീറ്റെയിലി ഞാൻ ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകും തോറും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും മുടിയിലെ ആ ഒരു ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിരിക്കണം. നന്നായിട്ട് കോംബ് ചെയ്തെടുക്കുക. ഇതേപോലെ ലോങ് ഹെയർസൊക്കെ നമുക്ക് ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, പക്ഷേ കാര്യമാക്കണ്ട. നമുക്ക് ശരിക്കും നല്ല ഗ്ലോസി ആൻഡ് നമ്മുടെ ഹെയർസിനൊരു ഇൻറ്റൻസ് റിപ്പയർ തന്നെ നൽകുന്ന DIY ആയിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഷാമ്പു ട്രിക്ക് അല്ലെങ്കിൽ ഹാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു ബൗളിൽ കുറച്ച് ഷാമ്പു എടുക്കുക. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാട്ടറാണ്. അതിനുശേഷം നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അലോവേര. അപ്പോൾ ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ എപ്പോഴും ഷാമ്പു എടുക്കുമ്പം ഇനിയിപ്പം നിങ്ങൾ വേറെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തില്ലെങ്കിൽ കൂടെ ഷാമ്പു എടുക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഇതേപോലെ വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് കുറച്ചൊരു വാട്ടർ ലൈക്ക് ലിക്വിഡിക് കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നല്ലോണം ആ ഒരു രീതിക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹെയർ ഒന്ന് വെറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ കോംബ് ചെയ്യുക, ദെൻ വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ DIY ഷാമ്പു നമ്മൾ നേരെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മുടെ ഹെയർ ഓവറോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷാമ്പൂൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ നേച്ചേഴ്സിൻ്റെ ലാവിഷ് ഷാമ്പു ആണ് കേട്ടോ. അതായത് ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വിത്ത് ഗുഡ്നെസ് ഓഫ് കെരാറ്റിൻ. അതേപോലെ തന്നെ നമ്മുടെ 2023 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ആർഗൺ ഓയിൽ. അപ്പോൾ ആർഗൺ ഓയിലിൻ്റെ ആ ഒരു ബെനഫിറ്റും ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ. ശരിക്കും എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കാൽപ്പൊക്കെ നല്ലോണം ഒന്ന് ജെൻറ്റലി മസാജ് ഓവർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ മസാജും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്കാൽപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് റിലാക്സ് ആവും. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടൈറ്റൻ ചെയ്തൊന്ന് മുടി ഇതേപോലെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. ജസ്റ്റ് ഇതേപോലെ ബണ്ണായിട്ടാണ് കെട്ടി വെക്കുന്നത്. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഇതേപോലത്തെ ഷാമ്പൂസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വീക്കിലി ഒരു 2 ഓർ അല്ലെങ്കിൽ 3 ടൈംസൊക്കെ മാക്സിമം യൂസ് ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഷാമ്പൂ ഇടുന്ന അത്ര നല്ലതല്ല. നമ്മളങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മുടി നല്ലോണം വാഷ് ഓഫ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ ആ ഒരു ഹെയർസൊക്കെ നല്ലോണം നറിഷ് ചെയ്യാനും, അതായത് നറിഷ് യുവർ ഫോളിക്കിൾസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഫോളിക്കിൾസൊക്കെ നല്ലോണം നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ഗ്ലോസി ആൻഡ് ഇൻറ്റൻസ് റിപ്പയർ നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഹെയർ കണ്ടീഷണറാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗുഡ്നെസ് ഓഫ് കെരാറ്റിൻ, ആർഗൺ ഓയിൽ ആൻഡ് ജോജോബ ഓയിലൊക്കെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നല്ലോണം ഹെയർസ് ഫുള്ള് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതേപോലെ മിഡ് പോർഷനിൽ നിന്ന് നമ്മൾ ടിപ്പിലേക്ക് പോയിട്ട് ദെൻ നമ്മൾ ഹെഡിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്തേക്കൊക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു 2 or 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഹെയർ നല്ലോണം വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇനി എന്താ പറയുക ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ശരിക്കും എൻ്റെ ആ ഒരു ഹെയറിൽ ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ശരിക്കും എക്സാക്റ്റ് ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഹെയർ ഒന്നുകൂടെ നന്നായിട്ട് എന്താ പറയുക ഡ്രൈ സ്റ്റേജിലാണ്. ഇപ്പോൾ വെറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ശരിക്കും നല്ലൊരു എന്താ പറയുക കൂളിംഗ് ആൻഡ് ഭയങ്കര ഒരു റിലാക്സിങ് ആയിരുന്നു കേട്ടോ. തലയും അതേപോലെ തന്നെ ശരിക്കും എനിക്ക് ആ ഒരു നന്നായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ഹെയർ ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു DIY ഷാമ്പു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ടും റിസൾട്ട് കിട്ടും. എല്ലാ ഹെയർ ടൈപ്സുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീക്കിലി ഒരു 2 ടൈംസൊക്കെ ചെയ്ത് നോക്കുക. ഷുവറായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യം പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ. താങ്ക് യു. പ്ലീസ് ടു സബ്സ്ക്രൈബ്.